ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ട LDFന് ഭൂരിപക്ഷം നേടാനായത് 19 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം. UDF 110 ലീഡ് ചെയ്തപ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി NDAയും മുന്നേറ്റം കാഴ്ചവെച്ചു. ഭൂരിഭാഗം മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും പിന്നാക്കം പോയതും LDFന് നാണക്കേടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തുടർഭരണം നേടിയത് 99 സീറ്റിന്റെ ആധികാരിക വിജയത്തോടെയാണ്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിലൂടെ UDF 110 സീറ്റുകളിൽ ആധിപത്യം നേടി. 19 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം ഭൂരിപക്ഷം നേടിയ LDFന്റെ 18 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലാണ് പിന്നാക്കം പോയത്. മുഖ്യമന്ത്രി, ധനമന്ത്രി, ദേവസ്വം മന്ത്രി എന്നിവരുടെ നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പം നിന്നത്. CPI അടക്കമുള്ള ഘടകകക്ഷി മന്ത്രിമാരുടെ എല്ലാ മണ്ഡലങ്ങളിലും തിരിച്ചടി നേരിട്ടു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയ NDA കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 3.82% വോട്ടുമുയർത്തി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ UDFനും LDFനും വോട്ട് ശതമാനം കുറയുകയും ചെയ്തു. മീഡിയ 1 തിരുവനന്തപുരം.